ഞാൻ ആഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ഇപ്പൊ ഞാൻ ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. എന്തിനാണ് അതായത് ഔട്ട് ഓഫ് ഒരു അഫെക്ഷനിലായിരിക്കും, ധൈര്യമായിട്ട് പറ അത് എന്തിനാണ് ജയറാമേട്ടനെ ആവശ്യമില്ലാതെ പോയിട്ട് ഈ വേറെ ലാംഗ്വേജസിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് എന്ത് അത്ഭുതം! ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട് ചെയ്യുന്ന കോമഡി ഇതായിട്ട് ചെയ്യുന്ന. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. അത് വിടും. ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴാണ് ആക്ച്വലി അപ്പ ഏറ്റവും എന്താ പറയാ, പോത്തിനോടാണോ വേദം ഓതുന്നത്? ഇനി കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു സ്പേസിൽ ഉള്ളൊരു ടൈമാണെന്ന് തോന്നുന്നു. ഉഴപ്പരുത് പയ്യ, ഉഴപ്പരുത്. മേലാൽ ഇത് ആവർത്തിക്കരുത്. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇനിയിപ്പോ ആൾക്കാർ അവര് യൂസ്ഡ് ആയല്ലോ. ഇപ്പൊ ഒരു ജയറാം സിനിമ എന്ന് പറഞ്ഞാൽ അവര് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല. ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. അപ്പൊ അതിൽ കണ്ട് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം അവര് ഓരോ പ്രാവശ്യവും ഇത് പറയുന്നത്. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയപ്പോ കക്ഷത്തിരുന്ന പോയില്ലേ? ആളുകൾ ചോദിക്കുന്നത് കറക്റ്റാണ്. നീ മിണ്ടരുത്, നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. 2019 ശേഷം 2 മലയാള സിനിമയും ഞാൻ ചെയ്തിട്ടുള്ളൂ. നോട്ട് ദാറ്റ് പോയിന്റ്. പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? ഒന്ന് സത്യനന്ദിക്കാടിന്റെ മകൾ എന്നുള്ള സിനിമയും എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന മിഥുൻ മാനുവലിന്റെ സിനിമയും 2 സിനിമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പറയാതിരിക്കുന്നതാ നല്ലത്. അതൊന്നും സാരമില്ലെന്നേ. അപ്പൊ എന്തുകൊണ്ട് മലയാളം ചെയ്യാതെ മറ്റു ഭാഷകളിൽ പോയിട്ട് ഈ സൈഡ് വേഷങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് എന്റെ അടുത്ത് നിറയെ പേര് ചോദിക്കും. നല്ല പൈസ കിട്ടുന്നുണ്ട്. മനുഷ്യരെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ നിറയെ പേര് ചോദിക്കും. നല്ല പൈസ കിട്ടുന്നുണ്ട്. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? അത് മാത്രല്ല കണ്ട വേണ്ടതിനും പറയോടാ. അപ്പോ എന്താ അതിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. എന്നെ തേടി നല്ല ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഒരു നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒരു പ്രേക്ഷകൻ ഒരു ജയറാമിന്റെ സിനിമ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമ വരാത്തത് കൊണ്ടാവാം അത് വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് സെലക്ട് ചെയ്യാറുന്നത്. അപ്പൊ നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അളിയൻ അങ്ങനെ വിധി കൽപ്പിക്കരുത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.